ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് 1 മ്യൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റമായ BA എക്കണോമിക്സിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം ചെയ്തേക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളും അതേപോലെ നാലാമത്തെ മൊഡ്യൂൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ മൂന്നാമത്തെ മൊഡ്യൂൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സ്കാർസിറ്റി ആൻഡ് ചോയ്സസ്, പിന്നെ വാട്ട് ഡു യു മീൻ ബൈ ലിമിറ്റ്സ് ഇൻ എക്കണോമിക്സ്, പിന്നെ വാട്ട് ആർ ദ ആൾട്ടർനേറ്റീവ്സ്, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന്, പിന്നെ എക്കണോമിക് ഗ്രോത്ത് എന്താണെന്ന്, പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡ്, പിന്നെ ലിമിറ്റ് ആൻഡ് ആൾട്ടർനേറ്റീവ്സ് എന്താണെന്ന് വിശദീകരിച്ച് എഴുതാൻ, പിന്നെ മാർജിനൽ ബെനിഫിറ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് എന്താണെന്ന്, പിന്നെ എക്കണോമൈസിങ്, പിന്നെ ബഡ്ജറ്റ് ലൈന്, പിന്നെ പർപ്പസ്ഫുൾ ബിഹേവിയർ, പിന്നെ മാർജിനൽ അനലൈസിസ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇന്റർനാഷണൽ സ്പെഷ്യലൈസേഷൻ. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വൈ നാഷൻസ് എൻഗേജ് ഇൻ ട്രേഡ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഇനി നമുക്ക് 5 മാർക്കിന് ചാൻസ് ചെയ്യ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എന്താണെന്ന് വിശദീകരിക്കാൻ, പിന്നെ എക്സ്പ്ലെയിൻ ദ റാഷണൽ ബിഹൈൻഡ് ദ പർപ്പസ്ഫുൾ ബിഹേവിയർ ഓഫ് എക്കണോമിക് ഏജൻസീസ് ആണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ അപ്പോൾ ഇൻഡിവിജ്വൽസ് എക്കണോമൈസിങ് പ്രോബ്ലം, പിന്നെ എക്സ്പ്ലെയിൻ ദ സൊസൈറ്റി എക്കണോമൈസിങ് പ്രോബ്ലം, പിന്നെ 5ാമത്തെ റോൾ ആൻഡ് പെർപെക്സസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, പിന്നെ 6ാമത് പ്രസന്റ് ചോയ്സസ് ആൻഡ് ഫ്യൂച്ചർ പോസിബിലിറ്റീസ് എന്താണെന്ന്, പിന്നെ 7ാമത് ലിമിറ്റ്സ് ആൾട്ടർനേറ്റീവ് ചോയ്സ് ആൻഡ് സ്കാർസിറ്റി എന്താണെന്ന് വിശദമായി എഴുതാൻ, പിന്നെ 8ാമത് ഇലൂസ്ട്രേറ്റ് PPC. അപ്പോൾ അതിൻ്റെ കർവൊക്കെ വെച്ചുകാണ്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇനി മൂന്നാമത്തെ മോഡലിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് ഇൻ എക്കണോമി, രണ്ടാമത്തെ ഡിസ്കസ് ദ ബേസിക് എഫക്ട്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഇൻ എക്കണോമി വൈ യൂസിങ് ഇൻസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോർ ദിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കർവ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മോഡൽ ഓഫ് പ്രസന്റ് ചോയ്സസ് ആൻഡ് ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഇൻ ദ കണ്ടന്റ് ഓഫ് ഡിഫറെൻറ്റ് എക്കണോമിക്സ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് അടക്കം നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ എക്സാമിന്. പിന്നെ എക്സ്പ്ലെയിൻ ദ സോഷ്യൽ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുവരുന്നത്. ഇനി നമുക്ക് നാലാമത്തെ മൊഡ്യൂള് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡിഫൈൻ ഇൻ എക്കണോമിക് സിസ്റ്റം, രണ്ടാമത്തെ വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റ് എക്കണോമി, പിന്നെ വാട്ട് ഈസ് ദ ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്, പിന്നെ നാലാമത്തെ എക്സ്പ്ലെയിൻ ലേസിയർ ഫയർ ക്യാപിറ്റലിസം, പിന്നെ 5ാമത്തെ ഇൻവിസിബിൾ ഹാൻഡ്, 6ാമത്തെ മാർക്കറ്റ് സിസ്റ്റം, 7ാമത്തെ എക്സ്പ്ലെയിൻ കമാൻഡ് സിസ്റ്റം, പിന്നെ 8ാമത്തെ എക്സ്പ്ലെയിൻ മിക്സ്ഡ് എക്കണോമി, പിന്നെ 9ാമത്തെ ഫ്രീ മാർക്കറ്റ്, പിന്നെ പ്ലാനഡ് എക്കണോമി, പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, പിന്നെ 12ാമത്തെ മാർക്കറ്റ് ആൻഡ് പ്രൈസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിക്കാണ്ട് ഇമ്പോർട്ടൻസ് ആയിക്കാണ്ട് വരുന്നത്. ഇനി നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ റൈറ്റ് എ നോട്ട് ഓൺ എ മാർക്കറ്റ് സിസ്റ്റം. അപ്പോൾ ചെറുതായിക്കൊണ്ട് മാർക്കറ്റ് സിസ്റ്റത്തിനെ പറ്റി നോട്ട്സ് എഴുതാൻ, പിന്നെ ക്യാരക്ടറിസ് ഓഫ് ദ മാർക്കറ്റ് സിസ്റ്റം, സവിശേഷതകൾ എഴുതാൻ, പിന്നെ ഡിസ്കസ് ദ റൂൾ ഓഫ് ഗവൺമെൻറ് ഇൻ ദ മാർക്കറ്റ് എക്കണോമി ഗവൺമെൻറ് റൂൾ എന്താണെന്ന് എഴുതാൻ, പിന്നെ 5 ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ദ കമാൻഡ് സിസ്റ്റം ഇത് മിക്സഡ് എക്കണോമി രണ്ടും കൂടി ഇതിൻ്റെ സവിശേഷതയും അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എഴുതാൻ, പിന്നെ ലേസിയർ ഫയർ ക്യാപിറ്റലിസം എന്താണെന്ന് എഴുതാൻ, പിന്നെ ദ ഇൻവിസിബിൾ ഹാൻഡ് എന്താ വിശദീകരിക്കാൻ, പിന്നെ കമാൻഡ് സിസ്റ്റം ആൻഡ് ദ ഡിമൈൻസ് ഓഫ് ദ കമാൻഡ് സിസ്റ്റംസ് എന്താണ് വിശദീകരിക്കാൻ, പിന്നെ ഹൗ ദ മാർക്കറ്റ് സിസ്റ്റം ഡീൽ വിത്ത് റിസ്ക്, പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ മിക്സ്ഡ് എക്കണോമി എന്താണെന്ന് എഴുതാൻ. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. ഡിസ്കസ് ദ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ് സോൾവ്സ് എ അപ്പോൾ മാർക്കറ്റ് എക്കണോമി ഹാസ് ടു അഡ്രസ് ആൻഡ് ഇവലുവേറ്റ് ഫോർ ദ സക്സസ്. 5 ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നല്ല വിശദീകരിച്ച് എഴുതാനാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ കമാൻഡ് സിസ്റ്റം. കമാൻഡ് സിസ്റ്റത്തിൻ്റെ ഫീച്ചറും കമാൻഡ് സിസ്റ്റം എന്താണെന്നും അതിന് എക്സാമ്പിളൊക്കെ എഴുതണം കേട്ടോ. പിന്നെ ഹൗ ദ മാർക്കറ്റ് സിസ്റ്റം ഡീൽ വിത്ത് റിസ്ക് ആണ്.
പിന്നെ ഡിമൈൻഡ് ഓഫ് ദ കമാൻഡ് സിസ്റ്റം. പിന്നെ അഞ്ചാമത് കമ്പയർ ആൻഡ് കോൺട്രാക്ട്സ് ദ മാർക്കർ സിസ്റ്റം ആൻഡ് ദ കമാൻഡ് സിസ്റ്റം. അതിൻ്റെ രണ്ട് താരതമ്യം ചെയ്ത് കണ്ട് എഴുതാനാണ്. പിന്നെ മിക്സ്ഡ് എക്കണോമിക്സ് ആർ ദ പെർഫെക്റ്റ് ബ്ലൈൻഡിങ് ഓഫ് ദ മെറിറ്റ്സ് ഓഫ് ബോത്ത് മാർക്കർ സിസ്റ്റം ആൻഡ് കമാൻഡ് സിസ്റ്റം. ഇതെന്താണെന്ന് വിശദീകരിച്ച് എഴുതാൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻസ് ആയിക്കൊണ്ട് വരുന്നത്.